ഹലോ, ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള സ്റ്റൈൽ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നൊരു 3 കപ്പ് അരിയാണ്. നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ 3 കപ്പ് അളന്നെടുക്കാൻ നോക്കുക. ഇനി നമുക്കൊരു 3 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരി അളന്ന അതേ കപ്പിൽ തന്നെ ഒരു 1.5 കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. അതേ കപ്പിൽ തന്നെ ഒരു 1.5 കപ്പ് തേങ്ങയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ട്രിപ്പായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അതിൻ്റെ പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം കൂടിപ്പോയാലും ശരിയായി വരത്തില്ല നമ്മൾ ചുടുമ്പോഴത്തേക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. തരിയില്ലാതെ അടിച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ ഇനി ഇരിക്കുന്ന അരിയും നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുക്കണം. ബാക്കിയിരിക്കുന്ന തേങ്ങാ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. ഒരുപാട് കൂടി പോവാതിരുന്നാൽ മതി. പിന്നെ അടിക്കുമ്പോൾ നല്ലതുപോലെ അടിച്ചെടുക്കണം. തരിയില്ലാതെ തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകാതെ നോക്കിക്കൊള്ളുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിനൊരു 8 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. നന്നായിട്ടൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു 8 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിന് ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി നോക്കുക. നമ്മുടെ മാവ് നന്നായിട്ട് പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് മാവ് എടുക്കുകയാണ്. ഒരു 5-6 സ്പൂണേ എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക, ഒരുപാടായി പോകരുത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാടായി പോകരുത്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിൽ നെയ്യോ നല്ലെണ്ണയോ തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. മാവ് ഒഴിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ചെയ്യാവൂ. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതിനൊന്ന് തുറന്ന് എടുക്കാവുന്നതാണ്. ഈ ഒരു പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ബാക്കിയിരിക്കുന്ന മാവ് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ച ഇതേ ഒരളവിന് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ആ ഒരു അളവാകുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതേ കപ്പിന് തന്നെ ചോറും തേങ്ങയും എല്ലാം ഇതുപോലെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളൊന്ന് ഓപ്ഷനും കൂടെ വരും, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കേ, ബൈ.